എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് വർഷ മോസ്കിറ്റോ സ്പ്രേ അടിക്കുന്നതാണ്. വീട്ടിൽ വേറെ ആരും ഇല്ല, നമ്മുടെ വർഷയും പിന്നെ രേവതിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ വർഷ ഇങ്ങനെ അതും കുറച്ചൊന്നുമല്ല, ആ ബോട്ടിൽ ഫുള്ളും മോസ്കിറ്റോ സ്പ്രേ അങ്ങനെ വീട് ഫുള്ളും അടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ രവി പുറത്ത് പോയിരിക്കുമായിരുന്നു, നടക്കാനോ എന്തോ മറ്റുമാണ്. അതൊക്കെ കഴിഞ്ഞ് രവി അകത്തോട്ട് കയറുമ്പോഴേക്കും ആ മണം ശ്വസിക്കുമ്പോൾ പിടിക്കുന്നില്ല, കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയല്ലേ. അപ്പോൾ ഇങ്ങനത്തെ മണമൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കും, അവർക്ക് ശ്വാസത്തിന് ബുദ്ധിമുട്ടും ഉണ്ടാക്കും. അപ്പോൾ രവി ആ ബുദ്ധിമുട്ട് ഇങ്ങനെ കാണുമ്പോഴേക്കും രേവതി ഇത് കണ്ടുവരും. രേവതി എളുപ്പം രവിയെയും കൂട്ടി ആശുപത്രിയിൽ പോകുവാണ്. ഓട്ടോയിലാണ് പോകുന്നത്. രവിക്ക് നല്ല നെഞ്ചുവേദനയൊക്കെ എടുക്കുന്നുണ്ട്. രേവതി എളുപ്പം സച്ചിയെ വിളിക്കും. സച്ചിയേട്ടാ, ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുവാണ്, എളുപ്പം സച്ചിയേട്ടൻ അങ്ങോട്ട് വരണം എന്ന് പറയുവാണ്. സച്ചിയാണെങ്കിൽ കേട്ട ബാധി ധൃതിക്ക് അങ്ങോട്ട് ഓടുവാണ്. കൂടെ സച്ചിയുടെ കൂട്ടുകാരനും ഉണ്ട്. രേവതി ആണെങ്കിൽ പൈസ അടക്കാൻ കയ്യിൽ കാശില്ലാതെ ഇങ്ങനെ നടക്കുവാണ്, പേഴ്സും നോക്കിയിട്ട്. അപ്പോഴാണ് സച്ചി ഇങ്ങനെ ഓടി വരുന്നത്. അപ്പോൾ ഡോക്ടറെയൊക്കെ കാണും. അച്ഛനെ റൂമിൽ അങ്ങനെ കിടത്തിരിക്കുവാണ്. അപ്പോൾ ഡോക്ടർ പറയും, മോസ്കിറ്റോ സ്പ്രേ അടിച്ചതാണ് ഇങ്ങനെ വരാൻ കാരണം. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജീവൻ രക്ഷിക്കാനായി, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോയാനേ ഇങ്ങനത്തെ സ്പ്രേ ഒന്നും അച്ഛന് പറ്റത്തില്ല, ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയല്ലേന്ന് ഡോക്ടർ പറയും. അപ്പോൾ സച്ചി ഞെട്ടും, കാരണം വീട്ടിലാരാണ് ഈ മോസ്കിറ്റോ സ്പ്രേ അടിക്കാനൊക്കെ. അപ്പോൾ രേവതിയാണ് സംശയത്തോടെ സച്ചി നോക്കുന്നത്. വർഷയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ സച്ചിയുടെ നിന്ന് നല്ലത് കിട്ടും വർഷക്ക്. എന്തായാലും നാളത്തെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം. വർഷയെ എന്തായാലും സച്ചി ചീത്ത പറയും എന്നുറപ്പാണ്. അപ്പോൾ നാളെ രാവിലെ തന്നെ ഞാൻ ചെമ്പനീർപ്പൂവിൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ വീഡിയോ റിവ്യൂ ഇടുന്നതാണ്. എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.